So let us see what are the problems in AC systems. Steady state and dynamic problems in AC systems. We know that AC systems DC systems അപേക്ഷിച്ച് superior ആണ്. കാരണം AC വോൾട്ടേജിനെ നമുക്ക് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് ഈസിലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പം AC സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ 1920 ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസഫിഷ്യൻറ്റ് ഡാമ്പിങ് കാരണം അവിടെ സ്പോണ്ടേനിയസ് ഓസിലേഷൻസ് അല്ലെ ഹണ്ടിങ് ഉണ്ടാവും. ജനറേറ്ററിൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ സിങ്ക്രോണസ് മെഷീൻ്റെ കേസിൽ അപ്പോൾ ആ സമയത്ത് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ജനറേറ്റർ ഡാമ്പർ വൈൻഡിങ് ഉണ്ടാക്കി. സോ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ് അത് അതിൻ്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ റിട്ടൈൻ ചെയ്യും. The stability of a system refers to the ability of a system to return back to its steady state when subjected to a disturbance. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി അതിനുശേഷം അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റഡി സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യുവാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എബിലിറ്റി അതിനെയാണ് എന്ത് പറയുന്നത് സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. And power is generated by synchronous generators that operate in synchronism with the rest of the system. അപ്പോൾ ഒരു ജനറേറ്റർ ഒരു ബസ്സുമായിട്ട് സിങ്ക്രോണൈസ്ഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് അവിടെ ഫ്രീക്വൻസി സെയിം ആണ് വോൾട്ടേജ് ഫേസ് സീക്വൻസ് സെയിം ആകുമ്പോഴാണ് ഇറ്റ് ഈസ് സിങ്ക്രോണൈസ്ഡ് വിത്ത് എ ബസ്. അങ്ങനെയാണെങ്കിൽ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഡിസ്റ്റർബൻസിന് ശേഷം ഒരു പവർ സിസ്റ്റത്തിന് സിങ്ക്രോണിസം ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ പവർ സിസ്റ്റം ടു റിട്ടേൺ ടു സ്റ്റഡി സ്റ്റേറ്റ് വിത്തൗട്ട് ലോസിങ് സിങ്ക്രോണിസം. ഈ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി. The steady state stability എന്ന് പറഞ്ഞാൽ these are restricted to small and gradual changes in the system operating conditions. ഈ സമയത്ത് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഡിസ്റ്റർബൻസിനെ ഫോളോ ചെയ്യുന്നതിനുള്ള പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റഡീനെയാണ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. തിരിച്ച് അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ലാർജ് ഡിസ്റ്റർബൻസ് വരുമ്പോൾ മെഷീൻ്റെ പവർ ആംഗിൾ ചേഞ്ച് ചെയ്യും. കാരണം അതിൻ്റെ റോട്ടർ ഷാഫ്റ്റ് സഡൻലി ആക്സിലറേറ്റ് ആവും. അങ്ങനെ പവർ ആംഗിൾ ചേഞ്ച് ചെയ്യും. ഇനി ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി അണ്ടർ കണ്ടിന്യൂസ് സ്മോൾ ഡിസ്റ്റർബൻസസ് ആൻഡ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് അണ്ടർ ദ നെയിം ഓഫ് ഡൈനാമിക് സ്റ്റെബിലിറ്റി. ആൻഡ് ദീസ് സ്മോൾ ഡിസ്റ്റർബൻസസ് occur due to random fluctuations in loads and generation levels. ഇപ്പോൾ ഡൈനാമിക് സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ലോഡിലും ജനറേഷൻ ലെവലിലുള്ള ഫ്ലക്ച്വേഷൻസ് കാരണമാണ്. റിയാക്റ്റീവ് പവർ ഫ്ലോ കൺട്രോൾ. എന്താണ് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും? ആക്റ്റീവ് പവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ യൂസ്ഫുൾ പവർ, അതായത് അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവറാണ് ആക്റ്റീവ് പവർ. അപ്പോൾ എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷന് ആക്റ്റീവ് പവർ മാത്രമല്ല റിയാക്റ്റീവ് പവറും വേണം. കാരണം റിയാക്റ്റീവ് പവർ എന്ന് വെച്ചാൽ എപ്പോഴാണ് ഉണ്ടാകുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അത് ബേസിക്കലി ഏതൊക്കെ ലോഡ്സ് ആണ് കപ്പാസിറ്റർ അല്ലെ ഇൻഡക്റ്റീവ് ലോഡ്സിൻ്റെ കേസിലാണ്. അപ്പം നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈൻ ഇൻഡക്റ്റീവ് ആണ്, അതേപോലെ സിങ്ക്രോണസ് മെഷീൻ ഇൻഡക്റ്റീവ് നേച്ചറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം റിയാക്റ്റീവ് പവറിനെ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റിയാക്റ്റീവ് പവറിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ട്രാൻസ്മിഷൻ എഫിഷ്യൻ്റ് ആവത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു ലൈന് റിയാക്റ്റീവ് പവർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് പറയുന്നത് കോമ്പൻസേറ്റേഴ്സ്. So, reactive power control for a line is called reactive power compensation, and external devices that control reactive power on transmission lines are known as compensators. The objective of line compensation are first one, ഒന്നാമതായിട്ട് compensation provide ചെയ്യുന്നത് ലൈനിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കൂട്ടാൻ, രണ്ടാമതായിട്ട് ആ ലൈനിലുള്ള വോൾട്ടേജ് പ്രൊഫൈലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്തിനു വേണ്ടിയാണ്? ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് സപ്ലൈ ടു ദ കസ്റ്റമേഴ്സ് ആസ് വെൽ ആസ് ടു മിനിമൈസ് ദ ലൈൻ ഇൻസുലേഷൻ കോസ്റ്റ്. ഇപ്പോൾ വോൾട്ടേജ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കൂട്ടാൻ. ഇപ്പോൾ റിയാക്റ്റീവ് പവർ കുറഞ്ഞു പോയെങ്കിൽ അവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അണ്ടർ വോൾട്ടേജ് ആവും.
വോൾട്ടേജ് സാഗ് ഉണ്ടാവും ട്രാൻസ്മിഷൻ ലൈൻ. മറിച്ച് റിയാക്റ്റീവ് പവർ കൂടിപ്പോയാൽ അവിടെ എന്തുണ്ടാവും? ഓവർ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. Reactive power compensation influences the power transmission capacity of the connected line. So, അങ്ങനെ നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. Like other system components, reactive power compensators are selected on the basis of both their technical and cost effectiveness. Active and passive reactive power control. അപ്പം നമുക്കറിയാം ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യാനും കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യുന്നതുമാണ്. സോ വെൻ ഫിക്സഡ് ഇൻഡക്ടേഴ്സ് ആൻഡ് ഓർ കപ്പാസിറ്റേഴ്സ് ആർ എംപ്ലോയ്ഡ് ടു അബ്സോർബ് ഓർ ജനറേറ്റ് റിയാക്റ്റീവ് പവർ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് പാസീവ് കൺട്രോൾ. An active power control involves the use of power electronic switches. നമ്മൾ ആക്റ്റീവ് ഫിൽറ്റർ പാസീവ് ഫിൽറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ആക്റ്റീവ് പാസീവ് പവർ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് വെച്ചിട്ടുള്ള കൺട്രോളാണ്. പാസീവ് എന്ന് വെച്ചാൽ ഇൻഡക്ടർ അല്ലെ കപ്പാസിറ്റർ വെച്ചിട്ടാണ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. So we have seen that power system stability is classified into 3 types: steady state stability, transient stability, and dynamic stability. And the external devices that control reactive power on transmission lines are known as compensators. And the compensation is known as reactive power compensation. We will continue the revision in the next session. Thank you.